Dear students, welcome to Aljasa online classes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ബിസിനസ്സിനെ കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ധാരാളം സമയമുണ്ട്. ഉള്ള ടൈമിൽ നന്നായിട്ട് കുറേശ്ശെ പോർഷൻസ് ആണുള്ളത്. അത് അപ്പോൾ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവസാനം ഒരുപാടാകുമ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഉള്ളത് അങ്ങ് പഠിച്ചു പോവുക, അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്. ഈ ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ ഡിഫറൻസ് ആണ് അവർ തമ്മിലുള്ളത്. ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടുവരുന്ന പരമ്പരാഗത രീതിയിലുള്ള ബിസിനസ്, അതായത് നമ്മുടെ നാട്ടിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ബിസിനസ്സാണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ബിസിനസ് എന്തായിരുന്നു? ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എന്തായിരുന്നു ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇ ബിസിനസ് എന്ന് വിളിക്കാം അല്ലേ? ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം, എന്തൊക്കെ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളത്? ഫസ്റ്റ് നോക്കിയേ, ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, ഈസ് ഓഫ് ഫോർമേഷൻ, രൂപീകരണത്തിലുള്ള വ്യത്യാസം. എന്തൊക്കെയാണ് രൂപീകരണത്തിലുള്ള വ്യത്യാസം? ട്രഡീഷണൽ ബിസിനസ് രൂപീകരിക്കുക അല്ലെങ്കിൽ ഫോം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് അല്ലേ? നമ്മളൊരു ചെറിയൊരു സ്റ്റേഷനറി സ്റ്റോർ ഇടണമെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. അതിൻ്റെതായ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, പ്ലേസ് ഉണ്ടായിരിക്കണം, ഒരുപാട് എന്താണ് പറയുന്നത്, ഡിഫിക്കൽട്ടാണ് അതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഈ ബിസിനസ്സിൻ്റെ ഫോർമേഷൻ എന്താണ്? വളരെ ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ എന്താണ്? ഡിഫറൻസ് എന്താ പറയുന്നത്? ഈസ് ഓഫ് ഫോർമേഷൻ. ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരിക്കും? ഡിഫിക്കൽട്ടായിരിക്കും. അതേസമയം ഈ ബിസിനസ്സിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരിക്കും? വളരെ സിമ്പിളായിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലൊക്കേഷൻ റിക്വയർമെൻറ്റ്സ്. ട്രഡീഷണൽ ബിസിനസ്സിന് എന്താവശ്യമുണ്ട്? ലൊക്കേഷൻ ആവശ്യമുണ്ട്. അത് ലൊക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നമുക്ക് റോ മെറ്റീരിയൽസും മാർക്കറ്റും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള അല്ലേ റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിലായിരിക്കണം നമ്മൾ കൂടുതലും എന്ത് ചെയ്യേണ്ടത്? ബിസിനസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലൊക്കേഷൻ റിക്വയർമെൻറ്റ് എങ്ങനെയായിരിക്കും? ലൊക്കേഷൻ നിയർ ടു സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഓർ മാർക്കറ്റിൻ്റെ അടുത്തല്ലെങ്കിൽ സോഴ്സ് ഓഫ് റോ മെറ്റീരിയലിന് നിയർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. അതേസമയം ഈ ബിസിനസ്സിന് ലൊക്കേഷൻ ആവശ്യമുണ്ടോ? നോ റിക്വയർമെൻറ്റ് ഓഫ് ലൊക്കേഷൻ്റെ ആവശ്യമേ ഇല്ല അല്ലേ? നമുക്ക് എന്തെങ്കിലും ലൊക്കേഷൻ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഫോണിലൂടെ ആയിരിക്കും, എന്തെങ്കിലും ഓൺലൈനിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈങ് ആൻഡ് സെല്ലിങ് നടത്തുന്നത്. ഇനി ഫിസിക്കൽ പ്രസൻസ്. ഓഫ് കോഴ്സ് ട്രഡീഷണൽ ബിസിനസ്സിന് എന്താവശ്യമുണ്ട്? ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ആവശ്യമുണ്ട്. നമുക്കിങ്ങനെ ഒരു സ്റ്റേഷനറി സ്റ്റോർ അല്ലേ, അത് സ്റ്റേഷനറി സ്റ്റോർ നമുക്കത് ഫിസിക്കലി വിസിബിൾ ആയിരിക്കണം, നമുക്കത് കാണാൻ സാധിക്കണം, നമുക്കത് ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം അല്ലേ? അത് ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം. അതേസമയം ഈ ബിസിനസ്സിലോ ഫിസിക്കൽ പ്രസൻസ് നോട്ട് റിക്വയർഡ്. യാതൊരു പ്രസൻസും നമുക്ക് ആവശ്യമില്ല, നമുക്കത് കാണണമെന്നോ യാതൊരു ആവശ്യമില്ല എന്തിൽ? ഈ ബിസിനസ്സിൽ. ഇപ്പോൾ ഡിസ്റ്റിങ്ഷൻ 3 ആണ് ഇപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫോർമേഷൻ അല്ലേ? ഈസ് ഓഫ് ഫോർമേഷനിൽ ട്രഡീഷണൽ ബിസിനസ് എന്താണ്? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫോം അല്ലേ? ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫിക്കൽട്ടാണ്. അതേസമയം ഈ ബിസിനസ്സിൽ എന്താണ്? സിമ്പിളാണ്. ഈസ് ഓഫ് ഫോർമേഷൻ ഡിഫിക്കൽട്ടാണ് ഇവിടെ ട്രഡീഷണൽ ബിസിനസ്സിൽ. അതേസമയം ഈ ബിസിനസ്സിൽ എന്താണ്? സിമ്പിളാണ്. സെക്കൻഡ് വൺ എന്താണ്? ലൊക്കേഷൻ. ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? ലൊക്കേറ്റ് നിയർ ടു സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഓർ മാർക്കറ്റിന് അല്ലെങ്കിൽ നമുക്ക് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തിനടുത്തായിരിക്കണം നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ എന്താണ്? ലൊക്കേഷൻ അല്ലേ? ലൊക്കേഷൻ റിക്വയർമെൻറ്റ്സ് എങ്ങനെയായിരിക്കണം? ലൊക്കേഷൻ നിയർ ടു സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഓർ മാർക്കറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ അറ്റ് ദ സെയിം ടൈം ഈ ബിസിനസ്സിൽ എങ്ങനെയാണ്? നോ റിക്വയർമെൻറ്റ് ഓഫ് ലൊക്കേഷൻ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഫിസിക്കൽ പ്രസൻസ്. എവിടെ ആവശ്യമാണ് ഫിസിക്കൽ പ്രസൻസ്? ട്രഡീഷണൽ ബിസിനസ്സിൽ ആവശ്യമാണ്. അതേസമയം ഈ ബിസിനസ്സിൽ പ്രസൻസ് വേണോ? വേണ്ട, നോട്ട് റിക്വയർഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ്. എങ്ങനെയായിരിക്കും? ചിലവ് എങ്ങനെയായിരിക്കും? സെറ്റിംഗ് അപ്പിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ബിസിനസ്സിൽ എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. അതേസമയം ഈ ബിസിനസ്സിൽ എങ്ങനെയായിരിക്കും? വളരെ ലോ ആയിരിക്കും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെയായിരിക്കും? ഓഫ് കോഴ്സ് ട്രഡീഷണൽ ബിസിനസ്സിന് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. കാരണം എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോറേജ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം?
ഒരുപാട് പൈസ ചിലവുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടുതലായിരിക്കും. അതേസമയം ഈ ബിസിനസ്സിൽ എന്തായിരിക്കും? കുറവായിരിക്കും. 5th പോയിന്റ് ആണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞത് എന്ന് പറയാം. ഈസ് ഓഫ് ഫോർമേഷൻ ഡിഫിക്കൽട്ടാണ്. എവിടെയാണ് ഡിഫിക്കൽട്ട്? ട്രഡീഷണൽ ബിസിനസ്സിൽ. ഈ ബിസിനസ്സിൽ എങ്ങനെയായിരിക്കും? സിമ്പിൾ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ലൊക്കേഷൻ. എങ്ങനെയായിരിക്കണം? ലൊക്കേഷൻ നിയർ ടു സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഓർ മാർക്കറ്റ് ആയിരിക്കണം ട്രഡീഷണൽ ബിസിനസ്സിൽ. ഈ ബിസിനസ്സിൽ എന്താണ്? ലൊക്കേഷൻ ആവശ്യമില്ല അല്ലേ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ പ്രസൻസ്. ഫിസിക്കൽ പ്രസൻസ് എങ്ങനെയാണ്? ട്രഡീഷണൽ ബിസിനസ്സിൽ ഫിസിക്കൽ പ്രസൻസ് റിക്വയർഡ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ബിസിനസ്സിൽ നോട്ട് റിക്വയർഡ്. പിന്നെ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് എങ്ങനെയാണ്? ട്രഡീഷണൽ ബിസിനസ്സിൽ ഹൈ ആണ്. ഈ ബിസിനസ്സിൽ എങ്ങനെയായിരിക്കും? വളരെ ലോ ആയിരിക്കും. വളരെ ലോ എന്നല്ല, ലോ ആണ് എന്തായാലും അല്ലേ. എന്തായാലും ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ അത്രയും ചിലവ് നമുക്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെയാണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ട്രഡീഷണൽ ബിസിനസ്സിൽ എന്തായിരിക്കും? ഹൈ ആയിരിക്കും, വളരെ കൂടുതലായിരിക്കും. സ്റ്റോറേജിനും പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങിനും ഒക്കെ വേണ്ടി നമ്മൾ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ ബിസിനസ്സിൽ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ആൻഡ് നേച്ചർ ഓഫ് കോൺടാക്ട് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. സപ്ലയേഴ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള കോൺടാക്റ്റ്, സപ്ലയേഴ്സും കസ്റ്റമേഴ്സും തമ്മിൽ ഇൻഡയറക്റ്റ് കോൺടാക്റ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുന്നത്, അത് സപ്ലൈ ചെയ്യുന്ന ആളെ നമ്മൾ കാണാറ് പോലില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൊഫഷണൽ സ്റ്റോർ ഏതാണോ അവിടെ പോയായിരിക്കും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അല്ലാതെ ഈ സപ്ലൈ ചെയ്യുന്ന ആളുമായിട്ട് നമുക്ക് യാതൊരു കോൺടാക്റ്റും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് കോൺടാക്റ്റ് ആയിരിക്കും. അതേസമയം ഈ ബിസിനസ്സിൽ ആരായിരിക്കും? ഡയറക്റ്റ് കോൺടാക്റ്റ് ആയിരിക്കും. സപ്ലയറും കസ്റ്റമറും തമ്മിൽ എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് കോൺടാക്റ്റ് ആയിരിക്കും എവിടെ? ഈ ബിസിനസ്സിൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും? ഹൈറാർക്കിക്കൽ ആയിരിക്കും അല്ലേ. ആദ്യം വരുന്ന ആളുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ആൾ. അതേപോലെ ഹൈറാർക്കിക്കൽ ആയിരിക്കും. അതേസമയം നോൺ ഹൈറാർക്കിക്കൽ ഫ്ലോ ഏനി ഡയറക്ഷൻ, എങ്ങോട്ട് വേണമെങ്കിലും എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അവിടെ നോൺ ഹൈറാർക്കിക്കൽ ആദ്യം വന്ന ആൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒന്നുമുള്ള ഇതില്ല. നോൺ ഹൈറാർക്കിക്കൽ ആയിരിക്കും, എവിടെ വേണമെങ്കിലും ഒഴുകുന്നതായിരിക്കും എന്നു പറയുന്നത് ഈ ബിസിനസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. റെസ്പോൺസ് ടൈം ഫോർ മീറ്റിംഗ് കസ്റ്റമേഴ്സ് ഓർ ഇൻറ്റേർണൽ റിക്വയർമെൻറ്റ്സ്. റെസ്പോൺസ് എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ കടയിൽ പോയി കുറേ നേരം ക്യൂ നിന്നിട്ടായിരിക്കും നമുക്ക് ആ സാധനം കിട്ടുന്നത് അല്ലേ. കുറേ ടൈം എടുക്കും അല്ലേ, ഒരുപാട് സമയം എടുക്കും. അതേസമയം ഈ ബിസിനസ്സിലാണെങ്കിലോ സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടും. നമ്മൾ ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് ആണ് നമുക്ക് എന്തിൽ കിട്ടുന്നത്? ഈ ബിസിനസ്സിൽ കിട്ടുന്നത്. നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലൂടെ ആമസോണിലൂടെയൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് അറിയാൻ പറ്റും. ആ സാധനം നമുക്ക് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ റെസ്പോൺസ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. അതാണ് ഈ ബിസിനസ്സിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഷേപ്പ് ഓഫ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഘടന എങ്ങനെയായിരിക്കും? ഇവിടെ വെർട്ടിക്കൽ ആയിരിക്കും. അതേസമയം ഈ ബിസിനസ്സിൽ എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നേരെയുള്ളത് അല്ലേ. ഹൊറിസോണ്ടൽ എങ്ങനെയായിരിക്കും? പരന്നതായിരിക്കും. പിന്നെ ബിസിനസ് പ്രോസസ് ആൻഡ് ലെങ്ത് ഓഫ് ദ സൈക്കിൾ എങ്ങനെയായിരിക്കും? ബിസിനസ് പ്രോസസ്സും അതിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ലോങ്ങർ ആയിരിക്കും അല്ലേ, വളരെ ലോങ് ആയിരിക്കും. അതേസമയം ഈ ബിസിനസ്സിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെരി ഷോർട്ടർ ആയിരിക്കും. ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻ്റർപേഴ്സണൽ ടച്ചിനുള്ള ഓപ്പർച്യൂണിറ്റി, അവസരം എങ്ങനെയായിരിക്കും? ഓഫ് കോഴ്സ് ട്രഡീഷണൽ ബിസിനസ്സിൽ ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതേസമയം ഈ ബിസിനസ്സിൽ ഇൻ്റർപേഴ്സണൽ ടച്ച് ഉണ്ടാവുമോ? നമുക്ക് പേഴ്സണലി ടച്ച് ചെയ്യാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? ആൾക്കാരെ കാണാൻ പറ്റുമോ? നമുക്കൊന്നും അറിയില്ല അല്ലേ. അവിടെ വളരെ ലെസ്സാണ്. പിന്നെന്താണ്? ഈസ് ഓഫ് ഗോയിങ് ഗ്ലോബലായിട്ട് പോകുന്നതിന്, അതായത് ആഗോളമായിട്ട് ലോകം മുഴുവൻ പരന്നു കിടക്കുവാണ് ഈ ബിസിനസ്സിൻ്റെ ശൃംഖല എന്ന് പറയുന്നത്. അതേസമയം ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ഗ്ലോബൽ എങ്ങനെയായിരിക്കും? വളരെ ലെസ്സായിരിക്കും. അവിടെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗ്ലോബലി നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതേസമയം ഈ ബിസിനസ് എങ്ങനെയായിരിക്കും? മച്ച് മോർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പിന്നെ ഗവൺമെൻറ് പാട്രണേജ്, ഗവൺമെൻറ് സംരക്ഷണം പാട്രണേജിൻ്റെ സംരക്ഷണമാണ് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം എവിടെയായിരിക്കും കൂടുതൽ? ട്രഡീഷണൽ ബിസിനസ്സിൽ ഗവൺമെൻറ് സംരക്ഷണം വളരെ കുറവായിരിക്കും. അതേസമയം ഈ ബിസിനസ്സിൽ ഗവൺമെൻറ് സംരക്ഷണം വളരെ കൂടുതലായിരിക്കും. നേച്ചർ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനത്തെ ആയിരിക്കും? അതായത് ഒരു നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൊഫഷണൽ സ്റ്റോറിലെ ആൾക്ക് എഡ്യൂക്കേറ്റഡ് ആണോ സ്കിൽഡ് ആണോ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. ചിലർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, നല്ല സ്കിൽഡ് ആയിരിക്കും. സ്കിൽഡ് ആയിട്ടുള്ളവരും ഉണ്ടാകാം, ഇല്ലാത്തവരും ഉണ്ടാകാം അല്ലേ. അതായത് നല്ല യോഗ്യത ഉള്ളവരും ഉണ്ടാകാം, യോഗ്യത ഇല്ലാത്തവരും ഉണ്ടാകാം. അതേസമയം ഈ ബിസിനസ്സിൽ എന്തായിരിക്കും? പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺസ് ആയിരിക്കും. അവിടെ ഓഫ് കോഴ്സ് ഉണ്ടാകുന്നത് എങ്ങനത്തെ ആയിരിക്കും? പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺസ് ആയിരിക്കും. ട്രാൻസാക്ഷൻ റിസ്ക് എവിടെ ആയിരിക്കും കൂടുതൽ?
ട്രഡീഷണൽ ബിസിനസ്സിലെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി അതിനെന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കടയിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് കംപ്ലയിൻറ്റ് പറയാൻ സാധിക്കും. അതേസമയം ഈ ബിസിനസ്സിൽ നമുക്ക് റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ പേഴ്സണലി നമുക്ക് അവരെ കാണാനോ അറിയാനോ ഒന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ, പേഴ്സണൽ കോൺടാക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ഒരു ചുരിദാർ ടോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത് നമ്മൾ ഓർഡർ ചെയ്ത് അതേ സെയിം ഐറ്റം തന്നെ വരണമെന്ന് യാതൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. കിട്ടിയാൽ അതുപോലെ തന്നെ ഇരിക്കും എന്നുള്ളതല്ലാണ്ട് നമുക്ക് അത്രയും ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്നത് എവിടെയായിരിക്കും കൂടുതൽ? ഈ ബിസിനസ്സിൽ കൂടുതലായിരിക്കും. കാരണം പേഴ്സണൽ കോൺടാക്റ്റ് ഒന്നുമില്ല. ഇത്രയുമാണ് ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. വളരെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.